ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മത്സര പരീക്ഷകൾക്കും മറ്റും ഓൺലൈനായി അപേക്ഷിക്കുന്നവരാണല്ലോ. അതിനായി ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ഇവ റീസൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് ഫോട്ടോഷോപ്പ് അറിയാം? ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ പണം നൽകി കാര്യം നേടുകയേ വഴിയുള്ളൂ. എന്നാൽ വളരെ സിമ്പിളായി MS പെയിന്റ് ഉപയോഗിച്ച് എങ്ങനെ റീസൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് തുടങ്ങാം. ആവശ്യമായ ചിത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പെയിന്റിൽ ഓപ്പൺ ചെയ്യുക. ചിത്രത്തിൽ ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. ഇനി നമുക്ക് റീസൈസ് ചെയ്യാം. ഹോം ടാബിൽ റീസൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീസൈസ് ആൻഡ് സ്ക്യൂ എന്ന ഒരു വിൻഡോ ഓപ്പൺ ആകുന്നു. മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ ഡീസെലക്ട് ചെയ്യുക. ഒരു ചിത്രത്തിൻ്റെ ഉയരവും വീതിയും തമ്മിലുള്ള ആനുപാതിക ബന്ധമാണ് ആസ്പെക്ട് റേഷ്യോ. ഇവിടെ ഡീസെലക്ട് ചെയ്തില്ല എങ്കിൽ ഒരു പ്രത്യേക റേഷ്യോയിൽ മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ. പിക്സൽ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമായ ഡൈമെൻഷൻസ് പിക്സലിലായതുകൊണ്ടാണ് പിക്സൽ സെലക്ട് ചെയ്തത്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വാല്യൂസ് ടൈപ്പ് ചെയ്ത് നൽകാം. ഹൊറിസോണ്ടൽ എന്നത് ഫോട്ടോയുടെ വീതിയും വെർട്ടിക്കൽ എന്നത് ഉയരവുമാണ്. ഫോട്ടോയിൽ ചരിവുണ്ടെങ്കിൽ സ്ക്യൂ അപ്ലൈ ചെയ്ത് ആ പ്രശ്നവും പരിഹരിക്കാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റീസൈസ് ആയ പുതിയ ചിത്രം നമുക്ക് കാണാം. സേവ് ആസ് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ പേരും ലൊക്കേഷനും നൽകുക. സേവ് ആണ് ചെയ്യുന്നതെങ്കിൽ പഴയ ചിത്രം മാറി അതേ സ്ഥലത്ത് പുതിയ ചിത്രം വരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാനാണ് സേവ് ആസ് നൽകുന്നത്. ഇനി ഈ പുതിയ ചിത്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സൈസ് കുറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമേജ് സൈസ് വളരെ കൂടുതലാണെങ്കിലും ഈ രീതി പ്രയോഗിക്കുമ്പോൾ സൈസ് ഓട്ടോമാറ്റിക്കലി കുറയുന്നതാണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായുള്ള ഫോട്ടോസിൻ്റെ ഫയൽ സൈസും ആസ്പെക്ട് റേഷ്യോയും നമുക്ക് നോക്കാം. ഈ രീതിയിൽ ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ തുടങ്ങിയവയെല്ലാം റീസൈസ് ചെയ്യാം. MS പെയിന്റ് വിൻഡോസിലെ ഒരു ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ ആയതിനാൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായും വരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.